താഴെ ഉണ്ട്. ടീച്ചറൊക്കെ അറിയാം, ഇട്ടുണ്ടായിരുന്നു. ടീച്ചറെ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ലോസ് ഓഫ്, അതായത് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, ലോസ് ഓഫ് ലോജിക് എന്നുണ്ട്. ഇസ്ലാം വിശ്വാസികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോജിക്ക് മുഴുവൻ നഷ്ടപ്പെടും. അതായത് അങ്ങനെ ആയിരുന്നാൽ മാത്രമേ ഉള്ളൂ അവർക്കൊരു ഇസ്ലാം വിശ്വാസിയാകാൻ പറ്റുള്ളൂ. ലൂസ് യുവർ ലോജിക് എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് ലോസ് ഓഫ് ലോജിക് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ അത് ഇത് ചെയ്യാനായിട്ട്, അപ്പൊ അങ്ങനെ നിന്നാൽ മാത്രമേ ഒരു വിശ്വാസി, ഇസ്ലാം വിശ്വാസിയായ ഒരാൾക്ക് ഇസ്ലാമിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഇപ്പം ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് കേൾപ്പിച്ച ഒരു ഓഡിയോ ഉണ്ട്. അതായത് ഈ കട്ടിലും ചുവന്നുകൊണ്ട് നിൽക്കുക, ഒരു ഉസ്താദ് പറയാ, അതേ സുലൈമാനെ ഏറി വന്നോളി എന്ന് പറയുമ്പോൾ സുലൈമാൻ ഒരു കട്ടിലുമായിട്ട് നിൽക്കുക. ഈ ഒരു അവസ്ഥയാണ്. സ്വർഗത്തിൽ കയറാൻ നിൽക്കുന്ന ആളുകള് അവന്റെ കട്ടിലും എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞ് ഒരു ഉസ്താദ് പറഞ്ഞ ഓഡിയോ ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതായിരുന്നു ഇവിടുത്തെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ചർച്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ്ലാം വിശ്വാസിയാകണമെങ്കിൽ അവന്റെ ലോജിക്കുകൾ മുഴുവൻ അവൻ അറബിക്കടലിൽ കൊണ്ടുപോയി കളയണം. അത് കടഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവനൊരു അങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നീ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തെ ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു, അതെന്താണ് അതിന്റെ കാരണം? ലോജിക്കില്ല, ഒരു ലോജിക്കും ഇല്ലാതെ വിശ്വസിച്ചോണം. ഇതായിരുന്നു ജാമദ ടീച്ചറെ ഇവിടെ സംസാരിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് ജാമദ ടീച്ചറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാനിപ്പം ഒരു വീഡിയോ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ MM അക്ബർ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നറിയില്ല. സ്ത്രീ ശരീരം എന്ന് പറയുന്നത് ലൈംഗിക വസ്തുവാണ് എന്ന് പറഞ്ഞത്. സ്ത്രീ ശരീരം, അതായത് ഇവന്റെ ഉമ്മ, ഇവന്റെ ഭാര്യ, ഇവന്റെ സഹോദരി, ഇവന്റെ മകൾ, അപ്പൊ ഇവരെയൊക്കെ ഇവര് കാണുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു നോക്കണം. ആ വിഷയം പറഞ്ഞു വന്നപ്പോൾ ഞാൻ നമ്മുടെ DR ബാസിലും ടീമും പറഞ്ഞ ഒരു പ്രസ്താവന എടുത്തു. ഒരു റേപ്പ് നടക്കുന്നു, ഇവരുടെ ബൗദ്ധിക നിലവാരം നമ്മൾ അളക്കണം കേട്ടോ, കാരണം നമ്മളെ കേൾക്കുന്ന ആളുകളുടെ സമയം നഷ്ടപ്പെടരുതല്ലോ. അപ്പോ ഒരു റേപ്പ് ഒരിടത്ത് നടക്കുന്നെങ്കിൽ അത് പടച്ചവന്റെ വിധിയാണ് എന്ന് വിചാരിക്കണം. റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടിക്ക് പ്രതിഫലമുണ്ട്, അത് കണ്ടു നിൽക്കുന്നവനും ചില പഠനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന്. ഇവരുടെ നിലവാര തകർച്ച എത്രമാത്രമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ പഠിച്ച് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടർ ആയാലും ഇവരുടെ മതബോധം എന്നതാണ് ഇവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല. ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ടുള്ള ഒരു ഉസ്താദാണ് ബാസിൽ. ഈ ബാസിലും ടീമും സമൂഹത്തിൽ വന്നിരുന്ന് നമ്മൾ തമ്മിലെന്നുള്ള പ്രോഗ്രാം പോലെ ഇവനൊക്കെ വന്നിരുന്ന് ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. ഇത് കേട്ടിട്ട് ആളുകൾ ആഹാ കൈയടിക്കുന്നു. റേപ്പ് ഒരു പരീക്ഷണമാണത്രേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിശ്വാസിയായാൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസിയായാൽ, 6-ാം നൂറ്റാണ്ടിന്റെ കാലഹരണപ്പെട്ട ആശയങ്ങളാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു MM അക്ബറോ അതല്ലെങ്കിൽ ഒരു ബാസിലോ എങ്കിലുമായി തീരണം. കാരണം മനുഷ്യത്വരഹിതവും നീചവുമായിട്ടുള്ള ഇത്തരം ആശയങ്ങൾ പിന്തുടരാൻ അവർക്കേ പറ്റൂ. മറ്റൊരു മതവും ഇത്രയും സദാചാര മൂല്യങ്ങളെ വകവയ്ക്കാത്ത ഒരു മതമായിട്ട് ഞാൻ കാണുന്നില്ല. നോക്കണം, ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു കുഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ കാണുവാണ്. നമ്മൾ എന്തെങ്കിലും രണ്ടാമതൊന്ന് ചിന്തിക്കുമോ? അതിന് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന്. അള്ളാഹുവിന്റെ വിധി അനുസരിച്ചിട്ടാണല്ലോ കയറി പിടിക്കുന്നത്. അപ്പോ ഇവന്മാരാരുടെ കൂടെയാ നിൽക്കുന്നത്? വേട്ടക്കാരുടെ കൂടെയോ ഇരകളോടൊപ്പമോ? ആ കുഞ്ഞിന് നാളെ പ്രതിഫലം കിട്ടുമെന്ന്. ഇവിടെ നമ്മുടെ കൺമുമ്പിൽ കിടന്ന ആ പിഞ്ചു പൈതലിനെ ഒരു കാമവെറിയൻ വലിച്ചു കീറുന്നത് കാണുമ്പോൾ നമ്മൾ മിണ്ടാതെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇരയെ അപഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? ക്രൂരതയെ വെള്ള പൂശുന്നതിന് തുല്യമല്ലേ അത്? കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഇരയുടെ വേദനയെ ലഘൂകരിച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം വികൃതമായിട്ടുള്ള ന്യായീകരണങ്ങൾ കുറേയായി ഇവന്മാരിങ്ങനെ പടച്ചു വിടുന്നു. സഹി കെട്ടിട്ടാണ് ഇന്ന് എടുത്തത്. അതുപോലെ ഒരു പെണ്ണിന്റെ അല്പ വസ്ത്രം കാണുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുമ്പോൾ പുരുഷന്മാർക്ക് കയറിപ്പിടിക്കാൻ ടെൻഡൻസി ഉണ്ടാകുമത്രേ, ലൈംഗിക ചോദനകൾ ഉണ്ടാകുമത്രേ, ഉദ്ധാരണം ഉണ്ടാകുമത്രേ. അങ്ങനെ ചെയ്യാത്ത പുരുഷന്മാർ
നുണ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നാണ് ബാസിൽ പറയുന്നത്. നമ്മൾ കാണുന്ന പുരുഷന്മാരൊന്നും ഈ രൂപത്തിലുള്ളവരല്ല. കാരണം അവരവരുടെ അമ്മയെ കാണുന്നു, മകളെ കാണുന്നു, സഹോദരിയെ കാണുന്നു, പല വീടുകളിലും പോയി കുടുംബത്തിലെ പല സ്ത്രീകളെയും കാണുന്നു. ഇപ്പോ നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് പുരുഷന്മാരുണ്ടല്ലോ നമ്മുടെ ക്ലബ് ഹൗസ് ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര്. അതുകൊണ്ട് അവര് തന്നെ പറയട്ടെ, നമ്മൾ എല്ലാവരും ഇങ്ങനെയാണോ സ്ത്രീകളെ കാണുന്നത് എന്ന്. അതോ ഒരു 6-ാം നൂറ്റാണ്ടിലെ ഗോത്രമതം പേറുന്ന ആളിന്റെ ശുഷ്കിച്ച ചിന്താഗതിയാണോ ഇത്? ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. താഴെ ഇരിക്കുന്ന ലത്തീഫ് ഇരിപ്പുണ്ട്, കയറി വരാൻ കേട്ടോ. ഡോക്ടർ ബീൻ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു. ബീരാം ചെറിയനാണ്. ബീരാം വെറും അല്ലല്ല, ജാമത ടീച്ചറെ, എന്റെ ഒരു ചോദ്യം, അതായത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടു. ആ പെൺകുട്ടി ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ടോട്ടലി അവള് നശിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവൾക്ക് ആ ട്രോമയിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതായത് ആ ട്രോമ അവൾ അനുഭവിക്കുന്നത് സ്വർഗത്തിൽ അവൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ആ ട്രോമ അനുഭവിച്ചു എന്നാണോ ഇവര് പറയുന്നത്? ഇവിടെ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യണം എന്ന് ഒരുത്തന്റെ തലച്ചോറിലും ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടണം എന്ന് ഈ പെൺകുട്ടിയുടെ തലച്ചോറിലും രേഖപ്പെടുത്തിയിരിക്കുവാണ് അല്ലാഹു. അപ്പൊ ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടാൽ ഇവിടെ ഇതെല്ലാം സഹിക്കണം, ക്ഷമിക്കണം. എന്നാൽ പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടുമെന്നാണ് ഇവന്മാര് പറഞ്ഞു നടക്കുന്നത്. ഇവന്മാര് പറഞ്ഞു നടക്കുന്നതല്ല, നമ്മുടെ മതപുസ്തകത്തിലുള്ളത് അത് തന്നെയാണ്. താഴ്പടം കേട്ടോ അവനിപ്പോ. നീ ഒന്നും വേണ്ട, കാരണം ഒരു കാര്യമുള്ള ആളല്ല കുതാക്കവി. അവന്റെ കുതാക്കവി ജാനകി ടീച്ചറെ, ഒരാള് ജനിക്കുന്നതിന് മുൻപ് എഴുതി വെക്കുന്നല്ലേ പറഞ്ഞു. ഒരാൾ എത്ര വ്യഭിചാരം ചെയ്യുന്നോ എത്ര കൊലപാതകം ചെയ്യുന്ന എഴുതി തരുന്നല്ലേ പറഞ്ഞു. അങ്ങനെയല്ലേ ഹദീസിലുള്ള ടീച്ചറെ? അതെ, ഒരാള് അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ പിറവിയെടുത്ത 40-ാം നാൾ 4 മാസവും 10 മാസവും 10 ദിവസവും കഴിയുമ്പോഴേക്ക് അവന്റെ മൂർധാവിൽ എഴുതി വെക്കും അവൻ എന്ത് ചെയ്യണം, എത്ര തിന്നണം, എവിടെ മരിക്കണം, എത്ര ജീവിക്കണം, എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ടീച്ചറിന്റെ സൗണ്ട് ഇടയ്ക്ക് ഇതാവുന്നുണ്ട്. അല്ലല്ല, ബ്രേക്ക് ആവുന്നുണ്ട്. ഇത് എനിക്ക് ടീച്ചർ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആണ്. അതായത് ഒരു പെൺകുട്ടി ജനിച്ചു, ആ പെൺകുട്ടി 40-ാമത്തെ നാളിൽ ആ പെൺകുട്ടിയെ 10 പേര് റേപ്പ് ചെയ്യപ്പെടണമെന്ന് ഈ അള്ളാഹു എഴുതി വെക്കുവാണ് ആ കൊച്ചിന്റെ ഇതില്. അത് കഴിഞ്ഞിട്ട് അങ്ങനെയല്ലെന്ന്, ഒരാളുടെ ജനനത്തിന് മുൻപേ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ മലക്ക് വന്ന് എഴുതുന്നു. ഇപ്പൊ താൻ ഡോൺ എത്ര റേപ്പ് ചെയ്യും, എത്ര കൊലപാതകം ചെയ്യും, ഗോഡ് ഫോർബിഡ്, അത് ചെയ്യണം എന്നുള്ളത് അള്ളാഹുവിന്റെ കേൾക്ക്. ഒന്ന് ശ്രദ്ധിച്ച് കാക്കി തിരക്കൂട്ടില്ലേ. ഒരാളുടെ വിധി ഇതാണ് ഖദർ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് ഇവർക്ക്, ഖദർ. അപ്പൊ അത് വെറുതെ നിങ്ങൾ ചാടി പറയില്ലേ. ഖദർ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. നിങ്ങൾ എത്ര തിന്മ, റേപ്പ് തുടങ്ങി എല്ലാ വൃത്തികേടും ചെയ്യുമെന്ന് അള്ളാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? അതായത് ഇപ്പൊ കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അതായത് ഒരു പെണ്ണോ ആണോ ആരോ ആകട്ടെ, മാതാവിന്റെ ഗർഭാശയത്തിൽ പിറവിയെടുക്കുന്ന 4 മാസവും 10 ദിവസവും പ്രായമാകുമ്പോൾ അവന്റെ മൂർധാവിൽ ചില കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. അതിലൊന്ന് അവൻ സആദത്ത്, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, 1. 2, അവൻ എന്തൊക്കെ ചെയ്യും, അവന്റെ അമലുകൾ, അവൻ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എപ്പോൾ ചെയ്യണം. 3, അവന്റെ ഭക്ഷണം, അവൻ എന്ത് കഴിക്കണം. 4, അവൻ എവിടെ മരിക്കും, എങ്ങനെ മരിക്കും, എല്ലാ കാര്യങ്ങളും അള്ളാഹു നേരത്തെ തന്നെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് രേഖപ്പെടുത്തി വെക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അല്ല ടീച്ചറെ, ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എന്നാന്നറിയോ, ടീച്ചർ പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു റേപ്പില് അവര് വിക്ടിമാണ്.
അപ്പൊ അവരെ ആ സംബന്ധിച്ച് ഇത് victim അള്ളാഹു തന്നെ ആകുന്നത് എഴുതി വെക്കുക. അവൾ എത്ര റേപ്പിന് വിധേയമാകുന്നുള്ളത് എഴുതി വെക്കും. ഫിനിഷ്. അതായത് പടച്ചവനെ ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് അള്ളാഹുവിന്റെ നീതിബോധത്തെ നമ്മളുടെ ബുദ്ധി വെച്ചിട്ടോ നമ്മളുടെ യുക്തി വെച്ചിട്ടോ നമ്മളുടെ മാനവികത വെച്ചിട്ടോ അളക്കരുത്. പടച്ചവന്റെ നീതിബോധം എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ കോൺസെപ്റ്റിൽ മാത്രമാണത് മാനവികമായിട്ടുള്ളത്. അത് മതകീയമാണ് എന്നത് നമുക്കറിയാം. ഒരു പെൺകുട്ടി എങ്ങനെ ആയിത്തീരണം, അവളിപ്പോ സൗമ്യയെ അള്ളാഹു നേരത്തെ തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുവാണ്. ഗോവിന്ദസ്വാമിയുടെ കരങ്ങളാൽ അവൾ പിച്ച് കീറപ്പെടണം, വധിക്കപ്പെടണം. ഇപ്പോ പ്രവാചകന്റെ മകളായിട്ടുള്ള ഫാത്തിമ 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ വീട് കത്തിച്ചാമ്പലാകണം, അവളുടെ അടിവയറ്റിൽ അബൂബക്കറും ഉമറും ഒക്കെ തൊഴിക്കണം, അങ്ങനെ അവൾ മരിക്കണം, കൈയൊടിയണം. ഇതൊക്കെ അള്ളാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വസ്തുതകളാണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ ആയിട്ടുള്ള ആശയം. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഈ നമ്മുടെ പലസ്തീൻകാർ ഗസക്കാരിലെ ഈ അനുഭവിക്കുന്നതെല്ലാം അവരുടെ വിധിവിലക്കുകൾ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നതല്ലേ? അപ്പൊ ഡെഫിനറ്റ്ലി എല്ലാം അള്ളാഹുവിന്റെ കുദറത്തുകൾ. അതിന് പറയുന്നത് അള്ളാഹുവിന്റെ ഖലായും ഖദറും, അള്ളാഹുവിന്റെ വിധിയും അള്ളാഹുവിലുള്ള വിശ്വാസവും. വിധി വിശ്വാസം, ഖല ഖദർ, അള്ളാഹുവിന്റെ തീരുമാനം. അപ്പൊ പിന്നെ ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ട് അവന്മാർക്ക് എല്ലാവരും കൂളായിട്ട് പിരിഞ്ഞു പോകണ്ടല്ലേ അസംബ്ലിയിൽ നിന്ന്? ഇവിടെ കിടന്ന് ചുമ്മാ കിടന്ന് അവിടെ ഇവിടെ പൊട്ടിച്ച് ബഹളം വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം അവരുടെ വിധിയാന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയാൽ പോരായിരുന്നോ? ഇവന്മാരെന്ത് ഇപ്പോഴും അങ്ങനെയല്ല ഇസ്രായേലുകൾ വംശഹത്യ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴും? അപ്പൊ അതോ ഇവന്മാർ അതിൽ വിശ്വസിക്കുന്നില്ല, അതോ പകുതിയെ വിശ്വസിക്കുന്നുള്ളോ, അതോ അള്ളാഹ് എഴുതി വെച്ചിരിക്കുന്നത് ചുമ്മാ തള്ളാണോ എന്നുള്ളതൊക്കെയാണോ സംശയം? അവരെ കൂടി ഇതൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ DR ബാസിലന്മാരുടെ രംഗപ്രവേശം. അവര് മനസ്സിലാക്കണം ഇതൊക്കെ നമ്മുടെ മതപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പോ ഇസ്ലാമിനെ ഇങ്ങനെ വലിച്ചു കീറണം, ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം, ഇതിനകത്ത് ദിനേന ചർച്ചകൾ ഉണ്ടാകണം, 24 മണിക്കൂറും തുറന്നു വെച്ചിട്ട് ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകണം എന്നത് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന വസ്തുതയാണെന്ന് ഇവന്മാര് മനസ്സിലാക്കിയാൽ തീരാവുന്ന വിഷയമേ ഇതുള്ളൂ. അത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയില്ലേ, അത് അവസ്ഥയാണ് അള്ളാഹു. ജാവേദ് ടീച്ചർ ഈ ഡോക്ടർ ബീൻ എന്ന് പറയുന്ന നിനക്കും ഡോക്ടർ ബാസിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഉണ്ണാക്ക ബാസിലുമായിട്ട് കയറി വന്നു. ആനന്ദ ഒരു കാര്യം ചോദിച്ചോട്ടെ ജാമത ടീച്ചർ, ഞാൻ എന്നാന്ന് വെച്ചാൽ സാധാരണ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളുകൾക്ക് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജാമത ടീച്ചറിനോട് ഒന്ന് ചോദിച്ചോട്ടെ. ടീച്ചർ ഓക്കെ ആണോ? ഓക്കെ ഒരൊറ്റ സെക്കൻഡ് കുട്ടാ, നീ നിന്റെ പ്രവാചകന്റെ സ്വഭാവം ഇവിടെ ഇറക്കരുത്. ഇത് വളരെ മോശം സ്ഥലമാണ്. അങ്ങനെ നീ ഇറക്കി കഴിഞ്ഞാൽ അത് നീ വീട്ടിൽ പോയി ഇറക്കിക്കോ, നിന്റെ വീട്ടിൽ നീ ഇറക്കിക്കോ, പക്ഷെ നീ ഇവിടെ വന്ന് ഇറക്കരുത്. ഓക്കെ, കണ്ടിന്യൂ. ടീച്ചറെ അതായത് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഈ അള്ളാഹുവിന്റെ മുമ്പില് സ്ത്രീയും പുരുഷനും രണ്ട് കാറ്റഗറി ആണോ? അതായത് ഈ സെയിം ടൈമിൽ തന്നെയല്ലേ ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു ഗർഭപാത്രത്തിൽ ഒരു സ്ത്രീ ജനിക്കുമ്പോഴും പുരുഷൻ ജനിക്കുമ്പോഴും ഇത് സെയിം ടൈമിലല്ലേ ഈ അള്ളാഹു ഇത് എഴുതി വെക്കുന്നത്? അതോ ഈ സ്ത്രീക്ക് ഇച്ചിരി കാറ്റഗറി കുറഞ്ഞോ? അങ്ങനെ എന്താണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു ചോദ്യത്തിന് പോലും അടിത്തറ ഇല്ലാത്ത വിധം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ പിറവിയെടുക്കുമ്പോൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവിടെ പിന്നീട് പെണ്ണിന് വേറെ ആണിന് വേറെ എന്നൊന്നും ഇല്ലല്ലോ. വിധി വിശ്വാസം എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് ഇപ്പൊ ഒരു റേപ്പ് എന്ന് പറയുന്ന ഒരു ആക്ട് നടക്കുക, അതായത് ഇപ്പൊ ഡോൺ എന്ന് പറഞ്ഞ ആള് റേപ്പ് ചെയ്യുക, അതായത് ഈ മാതാവിന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ നീ ഇത്ര നാളെ 14-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ പോട്ടെ 20-ാമത്തെ വയസ്സ് നീ റേപ്പ് ചെയ്യണം എന്ന് എന്റെ തലയിൽ എഴുതി വെക്കുന്നു അള്ളാഹു. അപ്പൊ ഞാൻ എന്റെ റേപ്പ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന്റെ, അതായത് നീ ആ കൊച്ചിനോട് 18-ാമത്തെ വയസ്സിൽ നീ റേപ്പ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു അള്ളാഹു എഴുതി വെക്കും. അതല്ലേ പറഞ്ഞത്, താങ്കൾക്ക് മനസ്സിലാവുന്നില്ലേ? അതാകുന്നു അങ്ങനെയാണെന്ന്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ റേപ്പ് ചെയ്യുന്നു, ആ കൊച്ച് അതിന് വിധേയമാകപ്പെടണം. ഇത് രണ്ടും എഴുതി വെക്കുന്നത് അള്ളാഹു തന്നെ. യെസ്, നിങ്ങൾ ഇച്ചിരി സ്ലോ ലേണിംഗ് ആണെന്ന് തോന്നുന്നു. എന്തോ സുഹൃത്തെ, വളരെ വ്യക്തമായിട്ടല്ലേ പ്രവാചകന്റെ മകൾ ഫാത്തിമയുടെ വിഷയം അടക്കം പറഞ്ഞു തന്നിട്ടല്ലേ പറഞ്ഞത്. ഇനിയും ഇതിനകത്ത് ഒരു സംശയത്തിന് എന്തെങ്കിലും ഇട നൽകേണ്ട കാര്യമുണ്ടോ? ജാംദ ടീച്ചർ ആദ്യം പറഞ്ഞില്ലേ, ഈ ആരുടെ പേരെ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഈ സക്കീർ നായിക്കും ഈ സെയിം സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ റേപ്പ് ചെയ്യപ്പെട്ട അതൊരു മലയാളിയാണ് പുള്ളിയോട് ഈ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പൊ അതിനാണ് പുള്ളി ഉത്തരം പറയുന്നത്. ഒരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ടാൽ ഈ നാട്ടില് ഇത് കോടതിയോ അല്ലെങ്കിൽ അയാളെ ശിക്ഷിച്ചില്ലെങ്കിൽ ആ പെണ്ണിന് എങ്ങനെ നീതി കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നതിന്റെ സെക്കൻഡ് പോർഷനിൽ പുള്ളി പറയുന്ന കാര്യമാണ് ഇങ്ങനെ, ആ പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ട ആ പെണ്ണിന്റെ ടെസ്റ്റ് ആണ്. പിന്നെ ഒന്ന് പറയുന്നത് ടെസ്റ്റ്, പിന്നെ ഒന്ന് പറയുന്നത് ആ പെണ്ണിന്റെ വസ്ത്രധാരണം ശരിയല്ലാന്ന്. അപ്പൊ ഈ ഖുറാൻ 33:59 വെച്ചാണ് അവര് പറയുന്നത്. അതിനെ കുറിച്ചല്ലേ ടീച്ചർ ആദ്യം പറഞ്ഞ? അത് വേറെ വേഴ്സ് വെച്ചാണോ പറഞ്ഞ? ടീച്ചർ ആദ്യം പറഞ്ഞത് കാര്യം തന്നെ. 33:59 വെച്ചാ വേഴ്സ് പറഞ്ഞില്ലായിരുന്നു, പക്ഷെ കണ്ടന്റ് അതാണ് പറഞ്ഞത്. താഴെ ഇരിക്കുന്ന കാക്കന്മാർക്ക് കേറി വരാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ അള്ളാഹു പറയും, അള്ളാഹു വേറെ യുക്തിമാനും ജയലളിതയാകുന്നു പറയും. അതാണ് സഹിക്കാത്തത്. ഇത് ഒരു വ്യക്തിയെ കൊണ്ട് പീഡിപ്പിക്കുന്നതും അള്ളാഹുവാണ്, പീഡിപ്പിക്കപ്പെടാനായിട്ട് കൊടുക്കുന്നതും അള്ളാഹുവാണ്. അപ്പം ഈ വ്യക്തിക്ക് പറയരുതോ, ഗോവിന്ദസ്വാമിക്ക് പറയരുത്, ഞാനല്ല സാറെ പീഡിപ്പിച്ചത്, അള്ളാഹു എന്നെ കൊണ്ട് പീഡിപ്പിച്ചതാണ്. ഇവരുടെ തിയറി അതാണ് സഫ്വാൻ ബ്രദർ. ഈ ഒക്കേഷണലിസം കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്തു. അതായത് ഇവരുടെ പഴയ ഫിലോസഫേഴ്സ് പറയുന്നത് തീയും പഞ്ഞി, കഴിഞ്ഞ ദിവസം അജി ബ്രദർ പറഞ്ഞു തീയുണ്ട് പഞ്ഞിയുണ്ട്, ഇത് രണ്ടും ഉണ്ടായാലും കത്തണമെന്നില്ല. അള്ളാഹുവിന്റെ വില്ല് അവിടെ നടപ്പായാലാണ് കത്തുള്ളൂ. അതുപോലെ റേപ്പ് ചെയ്യണമെന്ന് എഴുതി വെച്ചത് കൊണ്ട് അവിടെ അതിന് വിധേയമാകേണ്ട, അതിന്റെ ഇരയാകേണ്ട ഒരാളുണ്ട്. അതിന് ഒക്കേഷൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അള്ളാഹുവാണ്. അതാണ് അള്ളാഹു എന്ന മുതുപിശാച് എന്ന പരിപാടി. അള്ളാഹു വിൽ ചെയ്തില്ലെങ്കിൽ അത് നടക്കില്ല. മനസ്സിലായോ? അല്ല സത്യം പറഞ്ഞാൽ അതിലൊരു ചെറിയ ഒക്കേഷനാണ്, ഒക്കേഷണലിസം. അല്ല, ആ ഒക്കേഷൻ ഒരുക്കി കൊടുക്കുന്ന അള്ളാഹുവാണ്. കാരണം ഈ തീയുണ്ട് പഞ്ഞിയുണ്ട്, പീഡിപ്പിക്കുന്ന ഒരാളുണ്ട്. എക്സാക്ട്ലി, പീഡിപ്പിക്കുന്ന ആളുമുണ്ട്, പീഡിപ്പിക്കപ്പെടാനായിട്ട് വിക്ടിമാകാൻ പോകുന്ന ഒരാളുമുണ്ട്. പക്ഷെ അള്ളാഹു ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് ഇയാള് പീഡിപ്പിക്കും, അത് ഓൾറെഡി ഡെസ്റ്റിൻഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹ്യൂമാനിറ്റി വെച്ചിട്ടും നമ്മുടെ ബുദ്ധിയും യുക്തിയും വെച്ചിട്ടും നമ്മൾ പടച്ചോനെ അളക്കരുത് എന്ന് പറയുന്നത് അതാ. ഇപ്പൊ ഇൻസാൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്നാണ് ഇൻസാൻ, 76-ാമത്തെ അധ്യായമാണ്. അതിലെ 30-ാമത്തെ വചനം എടുത്തു നോക്കിയാല് അള്ളാഹു ഉദ്ദേശിക്കും ആദ്യം എല്ലാ കാര്യങ്ങളും. അള്ളാഹു ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്കത് ഉദ്ദേശിക്കാൻ പറ്റില്ല. അതായത് ഗോവിന്ദച്ചാമി സൗമ്യയെ കയറി പിടിക്കണം, ബാഗായിരിക്കണം ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗോവിന്ദച്ചാമിയുടെ ശരീരം തട്ടണം, കൈ തട്ടണം. അപ്പോൾ അയാൾക്ക് ലൈംഗിക ചോദനകൾ ഉണ്ടാകണം. ആ ടെൻഡൻസിയിൽ അവന്റെ ഹൈപ്പോതലാമസ് ഉദ്ദീപിപ്പിക്കുകയോ ടെസ്റ്റോസ്റ്റിറോൺ ഹൈയിലാകുകയോ ഒക്കെ ചെയ്തിട്ട് ആ കൊച്ചിനെ പീഡിപ്പിക്കണം എന്നത് അള്ളാഹു നേരത്തെ തന്നെ എഴുതി വെച്ചിരിക്കുവാണ്. 81-ാം അധ്യായം സൂറത്ത് തക്വീർ വചനം 29. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്കൊരു കാര്യവും ഉദ്ദേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പെൺകുട്ടി പബ്ലിക്കിൽ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുന്നത് എന്താ? ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇത് കണ്ടു നിൽക്കുന്നവനും പ്രതിഫലം കിട്ടും, ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ നിറവേറ്റുന്നത്. 35-ാമത്തെ വയസ്സിൽ ഒരു കൊച്ചിനെ പിച്ചിക്കീറി വെയിലത്ത് വെച്ച് ഉണക്കണം എന്നത് ഇവന്റെ തലച്ചോറിൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നു. മറ്റേ കൊച്ചാണെങ്കിൽ പിച്ചിക്കീറാൻ കയറി ചെന്നു കൊടുക്കണം എന്നത് അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നു. നോക്കുമ്പോൾ രണ്ടുപേരും DR ബാസിലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റുന്നവരാണ്. നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ അള്ളാഹുവിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ആൾക്കാരല്ല. ഇനിയും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അങ്ങനെ ഒരു റേപ്പ് നടക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനെ തൂക്കിലേറ്റണമെന്നും വിചാരണ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ടീച്ചറിന്റെ റെഫറൻസ് ഒന്നുകൂടെ ഒന്ന് പറയാം.
സൂറത്ത് തക്വീർ 81 അധ്യായം 29 വചനം, സൂറത്തുൽ ഇൻസാൻ 76 അധ്യായം 30 വചനം. സ്റ്റഫാൻ ബ്രദർ ഒക്കേഷണലി സാധാരണ തീയുണ്ട് പഞ്ഞിയുണ്ട്. പക്ഷെ പഞ്ഞി കത്തുപിടിക്കണമെങ്കിൽ അള്ളാഹു വിൽ ചെയ്യണം. അതിനുള്ള ഒക്കേഷൻ ആണ് ഒക്കേഷണലിസം. അതാണ് എക്സാക്ട്ലി. ഇത് കത്തിപ്പിടിക്കുന്ന അള്ളാഹു വിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്തത് ശരിക്കും അള്ളാഹുവാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നത് കോവിത്ത ചാവിയിലൂടെയാണെന്നേ ഉള്ളൂ. ഇതിനെല്ലാം കാരണക്കാരൻ ഈ പുള്ളിയാണ്. ടീച്ചർ പറഞ്ഞതുപോലെ പിശാജ് എന്ന് പറയുന്നത് മനസ്സിലായപ്പോ അള്ളാഹുവാണ് പിശാജ്. താങ്ക് യു വെരി മച്ച്. ടീച്ചർ പറഞ്ഞതുപോലെ തൂക്കി കൊല്ലണമെങ്കിൽ, കൈ വെട്ടണമെങ്കിൽ, ഒരാൾ മോഷണം നടത്തുന്നുവെങ്കിൽ കൈ വെട്ടണമെങ്കിൽ അത് അള്ളാഹുവിന്റെ കൈയാണ് വെട്ടേണ്ടത്. കാരണം ആ വ്യക്തി ഇവിടെ നിസ്സഹായനും ഹെൽപ്ലെസ്സുമാണ്. അവരാണ് ഇൻസാനാണ്, വളരെ ജെനുവിൻ ഹ്യൂമൻ ബീയിങ് ആണ്. അയാളെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൊലക്കേസ് നടക്കുകയാണെങ്കിൽ ആ കൊലപാതകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൊലപാതകത്തിന്റെ പ്ലാനിങ്ങിൽ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കും ശിക്ഷയുണ്ട്. ഒരു വാടക